നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ സ്വന്തം ചില ചികിത്സാ പാരമ്പര്യങ്ങളെക്കുറിച്ചാണ്. കാലം മുന്നോട്ടു പോകുമ്പോൾ പതിയെ പതിയെ നമ്മൾ മറന്നുപോകുന്ന ചില അറിവുകൾ. തലമുറകളായി കൈമാറി വന്ന ഈ അറിവുകൾ ഇല്ലാതാവുമ്പോൾ നമുക്ക് എന്താണ് ശരിക്കും നഷ്ടപ്പെടുന്നത്? നമുക്കൊന്ന് നോക്കാം. അവരുടെ കഴിവുകളും അറിവുകളും എന്നേക്കുമായി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു സാധാരണ വാചകമല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ശരിയല്ലേ? വിലമതിക്കാനാവാത്ത ഒരു പാരമ്പര്യം നമ്മുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോവുകയാണോ എന്നൊരു ചോദ്യം കൂടിയാണിത്. അതെ, ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പുരാതന വൈദ്യശാല അതിന്റെ വാതിലുകൾ എന്നേക്കുമായി അടയ്ക്കുമ്പോൾ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? കുറച്ച് മരുന്നുകൾ മാത്രമല്ലല്ലോ ഇല്ലാതാകുന്നത്. ഈ പാരമ്പര്യത്തെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ കാവൽക്കാരായ കുറച്ച് ആളുകളാണ്. നമുക്കവരിൽ ചിലരെ ഒന്ന് അടുത്തറിയാം. നമ്മുടെ ആദ്യത്തെ വൈദ്യൻ ഒരു സന്യാസിയാണ്, റെവറൻഡ് ആന്റണി പനക്കൽ. ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് കേസുകൾ എത്തുന്നത് എപ്പോഴാണെന്നറിയാമോ? ആധുനിക വൈദ്യശാസ്ത്രം കൈവിടുമ്പോഴാണ്. കഴിഞ്ഞ 40 വർഷത്തിലേറെയായി ഈ കർമ്മലൈറ്റ് സന്യാസി തന്റെ അറിവുകൊണ്ട് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലെ കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും. ഒരു രോഗിയെ കടിച്ച പാമ്പ് ഏതാണെന്ന് വേഗത്തിൽ തിരിച്ചറിയാൻ അദ്ദേഹം പലതരം പാമ്പുകളെയും പ്രാണികളെയുമൊക്കെ ഭരണിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതൊരു ചികിത്സ മാത്രമല്ല, അതിനപ്പുറം ഒരുതരം സമർപ്പണവും ആഴത്തിലുള്ള അറിവുമാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നതെന്ന്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വൈദ്യമെന്നത് വെറുമൊരു ജോലിയല്ല, അതൊരു ഭൗതികവും ആത്മീയവുമായ അന്വേഷണമാണ്, അറിവിനോടുള്ള ഒരു യാത്ര. ഇനി നമുക്ക് ഈ സന്യാസിയുടെ ക്ലിനിക്കിൽ നിന്ന് നേരെ കാടിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്, വയനാടൻ മലനിരകളിലേക്ക്. അവിടെയുണ്ട് നമ്മുടെ അടുത്ത വൈദ്യൻ, ഒരു ഇരിള ഗോത്രത്തലവൻ, വനരഹസ്യങ്ങളുടെ ഒരു കാവൽക്കാരൻ. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. പുസ്തകങ്ങളോ എഴുതിയ കുറിപ്പുകളോ ഒന്നുമില്ല. എല്ലാ അറിവും തലമുറകളായി പറഞ്ഞു വന്നതാണ്, ഓർമ്മകളിൽ മാത്രം സൂക്ഷിക്കുന്നവ. ശരീരത്തിന്റെ അസുഖങ്ങൾക്ക് ഒറ്റമൂലികൾ, മനസ്സിന്റെ അസുഖങ്ങൾക്ക് പ്രത്യേക മന്ത്രങ്ങളും ആചാരങ്ങളും. ഇവിടെ ചികിത്സയും വിശ്വാസവും ഒന്നായി മാറുന്നു. അപ്പോൾ ഈ സന്യാസിയും ഗോത്രവൈദ്യനുമൊക്കെ ഉപയോഗിക്കുന്ന ഈ ചികിത്സാരീതികളുടെ അടിസ്ഥാനമെന്താണ്? ഇതിന്റെ പിന്നിലെ ശാസ്ത്രമെന്താണ്? അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ശരീരത്തിന്റെ ഒരു രഹസ്യ ഊർജ്ജ ഭൂപടം. അതാണ് മർമ്മം. മർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ജീവശക്തിയുടെ അല്ലെങ്കിൽ പ്രാണന്റെ ചില നിർണായക പോയിന്റുകളാണ്. പേശികളും ഞരമ്പുകളും എല്ലുകളും സന്ധികളുമൊക്കെ ഒന്നിച്ചു ചേരുന്ന എനർജി സെന്ററുകൾ. ശരീരത്തിന്റെ ഒരു എനർജി മാപ്പ് പോലെയാണിത്. 1 2 അല്ല, എത്രയാണെന്നറിയാമോ? 107. അതെ, 107 മർമ്മസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മുടെ പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നത്. ആലോചിച്ചു നോക്കൂ, എത്ര ആഴത്തിലുള്ള പഠനമായിരിക്കും ഇതിനു പിന്നിലുള്ളതെന്ന്. ഇനി ഈ പോയിന്റുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു പറ്റും? ചില പോയിന്റുകളുണ്ട്, സദ്യാപ്രാണഹരം എന്നു പറയും. അവിടെ ഒരു പരിക്കു പറ്റിയാൽ ചിലപ്പോൾ തൽക്ഷണം മരണം വരെ സംഭവിക്കാം. വേറെ ചില മർമ്മങ്ങൾ, വൈകല്യകരം. അവിടെ പരിക്കു പറ്റിയാൽ സ്ഥിരമായ വൈകല്യങ്ങളുണ്ടാകാം. ചിലത് കഠിനമായ വേദനയ്ക്കും കാരണമാകും. അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണ് ഈ സ്ഥാനങ്ങൾ. ഓക്കെ, അപ്പോൾ ശരീരത്തിന്റെ ഈ എനർജി മാപ്പിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഇതിനുള്ള മരുന്നുകൾ എവിടെ നിന്നാണ് വരുന്നത്? അത് വേറെ എവിടെയുമല്ല, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിൽ നിന്ന് തന്നെയാണ്, ഒരു വന ഔഷധശാലയിൽ നിന്ന്. ഇതൊന്ന് നോക്കൂ. ഒരു ചെടിയുടെ ഏത് ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? ഇലകൾ. ഏകദേശം 32%. പക്ഷേ അതിനർത്ഥം ബാക്കിയുള്ളവ ഉപയോഗിക്കുന്നില്ല എന്നല്ല. വേരും തണ്ടും തൊലിയും പഴവും എല്ലാത്തിനും അതിൻ്റേതായ സ്ഥാനമുണ്ട്. ഓരോന്നും എന്തിന് എങ്ങനെ ഉപയോഗിക്കണം എന്നവർക്ക് കൃത്യമായി അറിയാം. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. കരിമുതുക്ക് എന്ന കിഴങ്ങ് ഹെർണിയയ്ക്കും, പാതാളഗരുഡത്തിന്റെ വേരാണെങ്കിൽ പാമ്പിൻ വിഷത്തിനുള്ള മറുമരുന്നിനും, കല്ലുരുക്കി എന്ന ചെടി മൂത്രത്തിലെ കല്ല് മാറ്റാനും. ശരിക്കും അത്ഭുതം തന്നെയല്ലേ? ഓരോ അസുഖത്തിനും പ്രകൃതിയിൽ ഒരു പ്രതിവിധി. ഇത്രയൊക്കെ കേട്ടപ്പോൾ നമുക്ക് തോന്നും ഈ അറിവുകളൊക്കെ എത്ര മഹത്തരമാണെന്ന്. പക്ഷേ ഇവിടെയാണൊരു വലിയ പ്രശ്നം വരുന്നത്. ഈ അറിവിൻ്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതിൻ്റെ ഭാവി എന്താണ്? പ്രശ്നം ഇതാണ്. ഒരു വശത്ത് തലമുറകൾ കൈമാറി വന്ന അനുഭവജ്ഞാനം, മറുവശത്ത് ആധുനിക ലോകം. അവർക്ക് വേണ്ടത് എഴുതിവെച്ച തെളിവുകളാണ്, സയന്റിഫിക് സ്റ്റഡീസാണ്, സർട്ടിഫിക്കറ്റുകളാണ്. ഈ 2 ലോകങ്ങളും തമ്മിൽ എങ്ങനെ ഒത്തുപോകും? ഇവിടെയാണ് ഈ പരമ്പരാഗത അറിവുകൾക്ക് അടിപതറുന്നത്. ഇതിനെല്ലാം പുറമെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയുണ്ട്, പുതിയ തലമുറ. അവർക്ക് ഈ പാരമ്പര്യം തുടരാൻ വലിയ താൽപ്പര്യമില്ല. അവർക്ക് മറ്റ് ജോലികളോടാണ് പ്രിയം. അപ്പോൾ ഈ അറിവ് അടുത്ത തലമുറയിലേക്ക് ആര് കൈമാറും? അറിവിന്റെ ഈ ചങ്ങല ഇവിടെ പൊട്ടിപ്പോവുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. ഇതെല്ലാം എങ്ങനെ ഇല്ലാതായിപ്പോയാൽ?
നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നത്, എന്താണ് അപകടത്തിലായിരിക്കുന്നത്? കാരണം നഷ്ടമാകുന്നത് കുറച്ചു ഒറ്റമൂലികളോ മരുന്നുകളോ മാത്രമല്ല. അതോടൊപ്പം പോകുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ ഒരു സാംസ്കാരിക പൈതൃകമാണ്, നമ്മുടെ പ്രകൃതിയെക്കുറിച്ചുള്ള അഗാധമായ അറിവാണ്. ഒരുപക്ഷെ ഭാവിയിൽ വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് കാരണമായേക്കാവുന്ന ചില സൂചനകളാണ്. എല്ലാത്തിനും ഉപരി ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ കാഴ്ചപ്പാടുകൂടിയാണ്. അതുകൊണ്ട് ഈയൊരു ചോദ്യത്തോടെ ഞാൻ നിർത്തുകയാണ്. ഒരു വൈദ്യന്റെ അറിവ് ഇല്ലാതാകുമ്പോൾ ഒരു പുസ്തകത്തിലെ കുറച്ച് താളുകൾ മാത്രമല്ല കീറിപ്പോകുന്നത്. അതിനപ്പുറം എന്തെല്ലാമാണ് നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.